ബി.ജെ.പി. കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിച്ച മറ്റത്തൂർ പഞ്ചായത്തിലെ ബി.ജെ.പി. കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഡോക്ടർ P. സനി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യം മട്ടിമറിച്ചു. ജനങ്ങളെ 24 വാർഡുകളുള്ള ഒരു പഞ്ചായത്തിൽ 10 വാർഡുകളിൽ വിജയിച്ചു വന്ന LDF CPM സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള രീതിയിൽ പഞ്ചായത്തി രാജ് നിയമത്തിന്റെ പരിധിയിൽ പറയുന്ന നിയമപ്രകാരം കേവല ഭൂരിപക്ഷം ഉണ്ടാകണമെന്നുള്ളതല്ല, പകരം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ 2, 3, 4 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ നിർദ്ദേശിക്കാനും പിന്താങ്ങാനും അതിന് ആൾബലം പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ അത്രയും പേർ മത്സരിക്കുമ്പോൾ ഏറ്റവും വോട്ട് കുറഞ്ഞവരെ ഓരോരോ ഘട്ടങ്ങളായി പിന്തള്ളും. 4 പേര് മത്സരിച്ച് 4 പേരുടെ വോട്ടിടുമ്പോൾ ഏറ്റവും അവസാനത്തെ 4ാമത്തവനെ മാറ്റി നിർത്തി അവൻ എന്നേക്കുമായി പുറത്തായി. വീണ്ടും 3 പേരെ വെച്ച് വോട്ടെടുപ്പ് നടത്തും. അതിൽ 3ാമതെത്തുന്ന ആളെ എന്നേക്കുമായി ഒഴിവാക്കും. പിന്നെ 2 പേര് മാത്രം അവസാനിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ആ 24-ൽ ആർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ കണക്ക്. സ്വാഭാവികമായും അവിടെ BJPക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ നിർത്താം. 4 പേരുണ്ടല്ലോ, ഒരാൾ സ്ഥാനാർത്ഥിയാവാൻ, ഒരാൾ നിർദ്ദേശിക്കാൻ, മറ്റേയാൾ പിന്താങ്ങാൻ. ഒരു തടസ്സമില്ല. 8 പേരുള്ള കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളുകളെ മത്സരിപ്പിക്കാം. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണുള്ളത്. പിന്നെ നമ്മൾ 10 പേരും. സ്വാഭാവികമായിട്ടും ഏതൊരു പഞ്ചായത്തിന്റെയും നടപടിക്രമങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ അതിനെ കണ്ടത്. കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. ശരിയാണ്, ഈ 941 പഞ്ചായത്തുകളിൽ എല്ലാ കാലത്തും ജനം ഏറ്റവും കൂടുതൽ വാർഡംഗങ്ങളെ ജയിപ്പിച്ചെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് പിടിച്ചിരുത്തുന്നത് ഇടതുപക്ഷത്തിനെ ആയിരുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാലും ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഇടത് സാന്നിധ്യമായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചത്. ജനങ്ങളുടെ രീതി അതാണ്. കാരണം അവനവൻ ഉപകാരപ്പെടുന്ന, നാടിന് ഉപകാരപ്പെടുന്നവരാരാണെന്നുള്ള ചോദ്യത്തിന് ഹൃദയപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷം തന്നെയാണ് എന്ന് വിലയിരുത്താനും വിധിയെഴുതാനും തെരഞ്ഞെടുക്കാനും ജനത്തിന് രണ്ടാമതൊന്നും മറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഒരു കാലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് വന്നു ചേർന്നിട്ടില്ല. എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിനെതിരെ ഈ കേരളത്തിൽ ആരൊക്കെയാണ് സഖ്യം പ്രഖ്യാപിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. ഏത് വിധേനയും 9 വർഷങ്ങൾ പൂർത്തിയാക്കി, 10ാം വർഷവും പൂർത്തിയാക്കി 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി വീണ്ടും അധികാരത്തിലേക്ക് ജനങ്ങൾ വീണ്ടും നമ്മളെ തന്നെ വിളിച്ചിരുത്തും എന്നുള്ള സാഹചര്യം വരുമ്പോ അത് അട്ടിമറിക്കപ്പെടണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതുപോലെ ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടത് നമുക്കെതിരെ സംഘടിച്ചു നിൽക്കുന്ന സകലർക്കും വേണ്ടുന്ന ഒരു റിസൾട്ടാണ്.